കേസ് നടന്നുകൊണ്ടിരിക്കല്ലേന്ന് എല്ലാം ശരിയാവുന്ന്. ഈട സാറേ, എന്താ സുജേഷേ? നമ്മളെ പൈസയുടെ കാര്യം ഒന്നും പഠിക്കണ്ട, കേസ് നടന്നുകൊണ്ടിരിക്കല്ലേന്ന്. ഇനി ജഡ്ജി എഴുതി വെക്കേ വേണ്ടു. ജഡ്ജിയോട് ഒന്ന് വേഗം എഴുതാൻ പറയാം. ചേർത്തവരെല്ലാം വീട്ടിൽ വരാൻ തുടങ്ങി. ഒരു കൊല്ലായില്ലേ സാറേ കേസ് തുടങ്ങിയിട്ട്. സുജേഷിന്റെ 9 ലക്ഷം അല്ലേ? ഓട്ടിട്ട് 5 ലക്ഷം. 5 ഇരട്ടിയാ കിട്ടാൻ പോകുന്നു. അടുത്ത മാസം പോലെ സുജേഷ് ലക്ഷപ്രഭു അല്ലേ? ആണല്ലേ? ഒരു മിനിറ്റ് സാറേ. പിന്നെ ചേർക്കാൻ ഒരു 5-6 ആളെ കണ്ടു വെച്ചോട്ടാ. പിന്നെ അല്ലാണ്ട് ചേർക്കണ്ടേ നമുക്ക്? പോട്ടെ സാറേ. ശരി ശരി ശരിയാവൂല്ലേ? അടുത്ത മാസാ ലീഡർ സാറേ, സുജേഷേ കേസിന്റെ കാര്യം എന്തായി സാറേ? നമ്മൾ അടുത്ത മാസം ജഡ്ജി വിധി എഴുതേ വേണ്ടു. ഇതുവരെ വിധി എഴുതിയിട്ട് സാറേ. ശരിയാവും സുജേഷേ. എൻ്റെ വീട് പോയി സാറേ. സാറിൻ്റെ മാലയും പോയല്ലേ? എടാ ഇത് ഞാൻ വ്രതത്തിലല്ലേ സുജേഷേ? എടുത്തോ എടുത്തോ. അടുത്ത മാസം ലക്ഷപ്രഭുവാണ്. ആണല്ലേ? പോട്ടെ സാറേ. അത് കേൾക്കുമ്പോൾ ഒരു സുഖം. ടാറ്റ സാറേ. 8695 മാഡം 1 എടുത്താൽ മതിയായിരുന്നു. ലീഡർ സാറേ. സുജേഷേ, അടുത്ത മാസം ജഡ്ജി ആ ജഡ്ജി ചത്തു. ഞാൻ പത്രത്തിൽ വായിച്ചിനി. ഞാനും വായിച്ചിനി. ഇത് പുതിയ ജഡ്ജി വിധി എഴുതേ വേണ്ടു. അയാളെങ്കിലും എഴുതുമായിരിക്കും അല്ലേ? അടുത്ത മാസം മുതൽ ലക്ഷപ്രഭുവാണ്. കുളിയിൽ കോരുന്നത്. നമസ്കാരം. നീ ആരാന്നടാ? ഞാൻ നമ്മുടെ ഒരു പുതിയ കൺസെപ്റ്റാണ് സാർ. ഹൗ റിച്ച് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. സാറിൻ്റെ പേര്? അനീഷ് കൈമൾ. ഓക്കെ. സാറിൻ്റെ പേര്? സുജേഷ് നമ്പ്യാരി. ഓക്കെ. അനീഷ് കൈമൾ സാറിൻ്റെ ലെഫ്റ്റിൽ ഒരു 3 പേരെയും സുജേഷ് നമ്പ്യാർ സാറിൻ്റെ റൈറ്റിൽ ഒരു 3 പേരെയും ചേർത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടുന്നത് 10 ടൈംസ് ഓഫ് ബെനിഫിറ്റ് ആണ്. ഈ ഫസ്റ്റിൽ തന്നെ നമ്മൾ ഈ 10 ടൈംസ് ഓഫ് ബെനിഫിറ്റ് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഓഡി കാർ ബുക്ക് ചെയ്യാനും പറ്റും. ഓടിയിട്ടൊന്നും ഇപ്പം ബുക്ക് ചെയ്യാൻ പറ്റൂല മോനെ. സുജേഷേ, കിട്ടുമായിരിക്കും അല്ലേ? പിന്നെ